സംപൂജ്യരായ മാതാപിതാക്കളെ, സഹോദരികളെ, സഹൃദയ സുഹൃത്തുക്കളെ, ആമേലിൽ ഞങ്ങളുടെ ചെറിയ ഒരു കഥാപ്രസംഗ പരിപാടി നിങ്ങളേവരുടെയും സമ്മതത്തോടുകൂടി ഞങ്ങൾ സമാഹരിക്കുകയാണ്. സമയക്കുറവായതുകൊണ്ട് വളരെ ചുരുക്കി 15 മിനിറ്റാണ് ഞങ്ങൾക്ക് അത് പറയാൻ. അത് കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിറക്കേണ്ടത്. അതുകൊണ്ട് കേരളത്തിലെ കലാകാരന്മാരുടെ പേര് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഈ കഥാപ്രസംഗ പരിപാടി ആരംഭിക്കട്ടെ. അഭിവാദനങ്ങൾ. ഞങ്ങളിന്ന് പറയുവാൻ പോകുന്നതായ കഥ വിഭവസമർത്ഥമായ ഒരു ഊണമൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ചെറുപ്പകാലത്തെ കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ പറയുവാൻ ഉദ്ദേശിക്കുന്നതായ കഥയുടെ പേര് പ്രേമം. ഈ പ്രേമമെന്നാല് മനുഷ്യന് തലവെട്ടി കറക്കണ പിരാന്തു പിരാന്തു പിരാന്ത്. പ്രേമമെന്നാല് അത് മനുഷ്യന് തലവെട്ടി കറക്കണ പിരാന്തു പിരാന്തു പിരാന്ത്. ഇതങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഞാൻ ഈ കഥ തുടങ്ങുന്നതിന് മുമ്പ് ഈ പ്രേമം എന്ന് പറയുന്നത് അതിന് അച്ഛനെന്നോ അമ്മയെന്നോ മഹർഷിയെന്നോ ആരും യാതൊരു സ്വഭാവ വ്യത്യാസങ്ങളോ ഇല്ല. ഞാൻ ഈ കഥ തുടങ്ങുന്ന ചെറിയൊരു ഉദാഹരണം. നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ള പരാശര മഹർഷി, വ്യാസന്റെ അച്ഛൻ, വെള്ളിത്താടിയും ചകണ്ടുമെല്ലാം ജഗദീശനായ പരാശര മഹർഷി പണ്ട് ഒരിക്കലെ ഒരു കടത്ത് കിടക്കാൻ പോയ കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. കടത്ത് കിടക്കാനായിട്ട് മഹർഷി തടാകത്തിന്റെ അടുത്ത് വന്നു. വള്ളം തുഴയുന്നത് അവളുടെ പേര് മത്സ്യഗന്ധി. 16 വയസ്സ് പ്രായം. അവളെ കണ്ടു കഴിഞ്ഞു. കരിമീ മറിയണമിരിയാണ് മനുഷ്യനെ കൊല്ലണ ചിരിയാണ് മനസ്സിനെ കുരുകണ മുടിയാണ് മുടിയിലെ പൂവന്റെ തലയാണ്. കരിമീൻ മറിയണമിരിയാണ് മനുഷ്യനെ കൊല്ലണ ചിരിയാണ് മനുഷ്യനെ കുരുകണ മുടിയാണ് തലമുടിയിലെ പൂവിന്റെ തലയാണ്. ആശാന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അവരുടെ സൗന്ദര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ, പല വടിവും വന്നു തികഞ്ഞു തലമുടിയും വന്നു തികഞ്ഞു. ഈ ആശാൻ പല വടിയും എന്നൊക്കെ പറഞ്ഞാൽ ശരിയായ അർത്ഥമെടുത്തോളണം. പല വടിവും വന്നു തികഞ്ഞു തലമുടിയും വന്നു തികഞ്ഞു ഇരുണ്ടു നീണ്ടണി ചുരുണ്ട തലമുടി കരങ്ങൾ കൊണ്ടവൾ വിടർത്തവി പുരന്തമാലകനണിഞ്ഞു വെയിൽ പുരന്തമാലകൾ പരക്കവി നിരൂപിക്കുന്നേ നീ മുടിയാളെ നീയുണ്ടാകത്തിൽ കാമനു കേറി വളർത്താൻ ഒരു കോമനു കേറി ഒഴിക്കാൻ. ഈ മത്സ്യഗന്ധി മുടി അഴിച്ചിട്ടാൽ ഒരു പാരാട്ട് കോമന് കയറി ഒഴിക്കത്തക്ക രീതിയിലാണ് നീണ്ട മുടി. അങ്ങനെയുള്ളതായ ഒരു പ്രേമകഥ. ഈ മഹർഷി ഈ വഞ്ചിയിൽ കയറി തടാകത്തിന്റെ മധ്യത്തിലെത്തിയപ്പോൾ ഈ ജിതേന്ദ്രനായ മഹർഷി പരാശരൻ ഈ ചെറുപ്പക്കാരി പെണ്ണിനോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വയലാർ രാമവർമ്മ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട്, സുഖിച്ചിട്ടുണ്ട്. ഈ തടാകത്തിന്റെ മധ്യത്തിലെത്തിയപ്പോൾ എന്താ ഈ മത്സ്യഗന്ധിയോട് പരാശരൻ ചോദിച്ചതെന്നറിയോ? കടത്തുകാരി പെണ്ണെ ഞാനൊന്നടുത്തിരുന്നോ? പരശുര, ഇതായി പ്രേമം എന്ന് പറഞ്ഞാൽ അതിന് ചെറുപ്പമൊന്നോ വലിപ്പമൊന്നോ ഇല്ല. എല്ലാവരും ഉണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഒരു 2 കല്യാണമെങ്കിലും കഴിക്കാത്തവർ, അതോ പ്രായമായവർ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് വിശ്വാസം ഉണ്ടോ? 2 കല്യാണം. നമ്മുടെ എല്ലാം കുട്ടിക്കാലത്ത് മീശ ചെറുതായിട്ട് വന്നു തുടങ്ങിയ കാലത്ത് നമ്മുടെ ഭാവനയില് ആദ്യമായിട്ട് ഞാൻ കെട്ടുന്ന പെണ്ണിന് നീണ്ട മുടി ഉണ്ടായിരിക്കണം, അവളുടെ ചിരി നല്ലതായിരിക്കണം. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഭാവനയിൽ നമ്മൾ ഒരു കല്യാണം കഴിച്ചു. പക്ഷെ നമ്മൾ കല്യാണം കഴിച്ചപ്പോഴോ നമ്മുടെ ആ ഭാവനയിൽ നിന്ന് വിവിക്തമായ രീതിയിലുള്ള കല്യാണം നടക്കും. പലപ്പോഴും നമ്മള് ഉറക്കമുറി കിടക്കുമ്പോഴും നമ്മൾ ആദ്യം ഭാവനയിൽ കണ്ട ആ ഭാര്യയെ പറ്റി ചിന്തിക്കാറുണ്ടില്ലേ? ഉണ്ട്. അതാണ് പറഞ്ഞ് ഈ പ്രേമം എന്നാല് അത് മനുഷ്യനെ തലവെട്ടി കറക്കണം പിരാന്ത് പിരാന്ത് പിരാന്ത്. ഇതങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ചില ലക്ഷങ്ങൾ കിട്ടുള്ളൂ. നിറപ്പനി
പിറപ്പനി വന്ന പോലെ തുള്ളി തുള്ളി കിടക്കയിൽ അനക്കമില്ലാതെ അവൻ കിടക്കും. പിറപ്പനി വന്ന പോലെ തുള്ളി തുള്ളി കിടക്കയിൽ അനക്കമില്ലാതെ അവൻ കിടക്കും. പിന്നെ മാറി കൊണ്ട് നടക്കും. പിറപ്പനി വന്ന പോലെ തുള്ളി തുള്ളി കിടക്കയിൽ അനക്കമില്ലാതെ അവൻ കിടക്കും. പിന്നെ മാറി കൊണ്ട് നടക്കും. ഈ പ്രേമമെന്നാൽ എന്ത്? അത് മനുഷ്യനെ തലവെട്ടി കറക്കണം. പിരാന്ത് പിരാന്ത് പിരാന്ത്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയുണ്ട് എന്തോ ഞാനിപ്പോ പാടില് ചിലരങ്ങ് കിടന്ന അടകിടപ്പ്. പിന്നെ ഒരു അനക്കമില്ല, വിശപ്പില്ല. മാതാപിതാക്കൾ ഒന്ന് വിളിച്ചു കഴിഞ്ഞാല് എഴുന്നേക്കത്തില്ല. ചിലര് ഇങ്ങനെ നോക്കി മാനത്ത് നോക്കിക്കൊണ്ട് നടക്കും. ആരും ശ്രദ്ധിക്കത്തില്ല. ചിലർ മാനത്ത് നോക്കിക്കൊണ്ട് നടക്കും. ഈ പ്രേമമെന്നാലെന്ന് അത് മനുഷ്യന്റെ തലവെട്ടി കറക്കണ പിരാന്ത് പിരാന്ത് പിരാന്ത്. ഇതങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് പ്രേമലേഖനങ്ങൾ. ഇപ്പോഴത്തെ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഈ പുതിയ ഫോണും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് ലേഖനങ്ങളാണ്, പ്രേമലേഖനങ്ങൾ. അത് എഴുതുന്നതിന് തന്നെ പലതരത്തിലുള്ള കടലാസുകളാണ്. മണമുള്ള കടലാസ്, പല അത്തരണ്ട് മണമുള്ളത്, പല കളറുള്ളത്. അതിങ്ങോട്ട് വന്നിരുന്നിട്ട് പ്രേമലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. മയിലേ കുയിലേ എന്ന് മനപ്പാടമുരുവിട്ട് മണമുള്ള കടലാസ് കുറിക്കും. മയിലെ കുയിലേ എന്ന് മനപ്പാടമുരുവിട്ട് മണമുള്ള കടലാസ് കുറിക്കും. മയിലെ കുയിലേ എന്ന് മനപ്പാടമുരുവിട്ട് മണമുള്ള കടലാസ് കുറിക്കും. ഈ പ്രേമമെന്നാലെന്ന് അത് മനുഷ്യനെ തലവെട്ടി കറക്കണ പിരാന്ത് പിരാന്ത് പിരാന്ത്. അതൊന്ന് ആലോചിച്ചു എങ്കിൽ ചില പൂവാലന്മാരും പ്രേമലേഖനം എഴുതും കേട്ടോ. ഇങ്ങനെ എഴുതും. എങ്കിലും എന്റെ പ്രിയപ്പെട്ട സോഫി, അച്ഛനും അമ്മയും തീരുമാനിച്ചിട്ട് നമ്മുടെ കല്യാണം നടക്കുന്ന യാതൊരു ലക്ഷണവുമില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ഈ കത്ത് കിട്ടിയാൽ ഉടനെ നമ്മുടെ വടക്ക് വശത്ത് നിൽക്കുന്ന വരിക്കപ്ലാവിന്റെ ചുവട്ടിൽ 12:30 മണിക്ക് നീ വരണം. നമുക്കൊരൊറ്റ പോക്കൊക്കെ പോവാം. ഈ കത്ത് വായിച്ച ഉടനെ ഇത്രയും കാലം നോക്കിയ മാതാപിതാക്കളോ അച്ഛനോ അമ്മയോ അവർക്കൊരു പ്രശ്നമല്ല. അവൾ ഒരു വലിയ വെട്ടിയൊക്കെ എടുത്ത് വരിക്കപ്ലാവിന്റെ ചുവട്ടിൽ ഒരൊറ്റ പോക്ക പോയിട്ട് പിന്നെ ഒരു 2 വർഷത്തേക്ക് ഒരു അനക്കവും ഇല്ല. 2 വർഷമൊക്കെ കഴിഞ്ഞ് ഒരു സ്വഭാവത്തില് ഒരു കത്ത്, അമ്മയ്ക്കൊരു കത്ത്. എങ്കിലും എന്റെ പ്രിയപ്പെട്ട അമ്മ, ഞാൻ ഈ മദ്രാസിൽ വന്ന് കുറെ കാലങ്ങളായി. ആ കാലമാണ് എന്നെ വിട്ടിട്ടൊക്കെ അകത്ത് കളഞ്ഞമ്മ. എങ്കിലും ഞാനിപ്പോ ഒരു പ്രൊഡ്യൂസറുടെ കൂടെയാണ്. അയാൾ നല്ലൊരു മനുഷ്യൻ. എനിക്ക് പ്രമോഷനൊക്കെ തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോ പ്രൊഡ്യൂസറുടെ കൂടെയാ. ഒരുപാട് പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഇതുവരെ പടമൊന്നും പുറത്തു വന്നിട്ടില്ല. ഇങ്ങനെ പല പൂവാലന്മാരും കള്ളക്കത്തും പ്രേമലേഖനങ്ങളും എഴുതി പലരെയും കൊണ്ടുപോകുന്നത്. പൂവാലന്മാർ മാത്രമല്ലോ, ചില പെൺകുട്ടികളും എഴുതുന്നുണ്ട്, പോകുന്നുമുണ്ട്. ഇല്ലേ? ഏതായാലും കഥ എങ്ങനെ ഇരിക്കട്ടെ. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്തുവാ?